പൈത്തൺ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് കോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളും ഇങ്ങനെയുള്ള എറർ ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് ഇൻഡന്റേഷൻ എറർ. പൈത്തണിന്റെ കേസിൽ നമ്മൾ കോഡ് ചെയ്യുന്ന സമയത്ത് ഒരു കറക്റ്റ് ഫോർമാറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു എക്സ്പെക്റ്റഡ് പാറ്റേൺ കോഡിൽ ഇല്ലെങ്കിൽ, അതായത് ഒരു ടാബ് അല്ലെങ്കിൽ സ്പേസിന്റെ ഇഷ്യൂ കാരണമാണ് ഇങ്ങനെയുള്ള ഇൻഡന്റേഷൻ എറേഴ്സ് ഉണ്ടാവുന്നത്. ഈ എറർ എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗ്രേറ്റർ നമ്പർ ഏതാണെന്ന് ചെക്ക് ചെയ്യുന്നതാണ്. അപ്പൊ അതിൽ ഈഫ് കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഈഫ് കഴിഞ്ഞിട്ട് എന്റർ അടിക്കുന്ന സമയത്ത് ഒരു ടാബ് സ്പേസ് നെക്സ്റ്റ് ലൈന് കാണിക്കുന്നത്. അപ്പൊ അതെന്ത് ചെയ്യുക, ആ ലൈന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അതായത് എൽസ് കഴിഞ്ഞിട്ടും അതേപോലെ എന്ത് ചെയ്യുക, ഒരു ടാബ് സ്പേസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കറക്റ്റ് ലൈനിൽ ആ കോഡ് കിട്ടും. അപ്പൊ ഇൻഡന്റേഷൻ ഇവിടെ എറർ സോൾവ് ആയിട്ട് കിട്ടും. ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് ഔട്ട്പുട്ട്. അപ്പോൾ 3 is greater എന്ന് പറഞ്ഞിട്ട് ഔട്ട്പുട്ട് കിട്ടും. ഈ ഒരു എറർ നമുക്ക് ഷോർട്ട് കീ വെച്ചും സോൾവ് ചെയ്യാം. അത് എങ്ങനെയെന്ന് നോക്കാം. ഇങ്ങനെ ഒരു പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. അതിലാണ് അപ്പൊ എറർ വരുന്നത്, ഇൻഡന്റേഷൻ എറർ വരുന്നത്. അപ്പൊ നമുക്ക് Ctrl+Alt+L പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻഡന്റേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ ഇവിടെ റൺ ചെയ്യുന്ന സമയത്ത് പൈത്തണിന് പ്രിന്റ് ചെയ്ത് കിട്ടും. VS കോഡിലാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിൽ ഇൻബിൽഡ് ആയിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. ആദ്യം സെറ്റിംഗ്സിൽ ഓപ്പൺ സെറ്റിംഗ്സ് എടുക്കുക. ഫോർമാറ്റഡ് ഓൺ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡന്റേഷൻ എറർ വരുന്ന സമയത്ത് അവിടെ തന്നെ കാണിച്ചു തരുന്നതായിരിക്കും. ഇങ്ങനെയുള്ള കൂടുതൽ വീഡിയോസിനായി ഡു ഫോളോ.